ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയെ ധനുഷിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു വിടുകയാണ് സച്ചി. അല്ല, നീ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? നീയും സ്നേഹയും തമ്മി സംസാരിക്കുമ്പോൾ സച്ചിയേട്ടൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് അല്ലേ? സത്യത്തിൽ ഞാൻ വന്നാൽ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാലേ നീ കയ്യും കാലും കൊണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുക പോലുമില്ല. പിന്നെ ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നു എന്ന് മാത്രം. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ അത്ര നല്ല ആളൊന്നുമല്ലെന്ന്. അതുകൊണ്ട് കൂടുതലായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാനും ചെയ്യിക്കാനും നിൽക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സച്ചി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറക്കുളമാണ്. അജയന്റെ ബോഡി കരക്കെത്തിച്ചിരിക്കുകയാണ്. ACP കാർത്തിക്കും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബോഡിക്ക് ഒരാഴ്ച പഴക്കമുണ്ടെന്ന് SI പറയുന്നു. ബോഡിയിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മാല കിട്ടിയിട്ടുണ്ടെന്നും പക്ഷെ അത് അയാളുടേതാണോ എന്ന് അറിയില്ലെന്നും SI പറയുന്നു. എന്താണെങ്കിലും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം എന്നെ അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് കാർത്തി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയ്ക്കുള്ള പാലുമായിട്ട് മുറിയിലേക്ക് വരുന്ന കമല ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആതിര താഴെ വീണ് കിടക്കുന്നതാണ് കാണിക്കുന്നത്. ആതിരയുടെ ചുറ്റും രക്തവും പടർന്ന് കിടപ്പുണ്ടായിരുന്നു. ഈ കാഴ്ച കാണുന്ന കമല ഞെട്ടലോടെ നിന്നതിന് ശേഷം മാഷിനെയും അനൂപിനെയും ഒക്കെ തന്നെ വിളിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ACP കാർത്തിക് അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഞാൻ കളക്ടർ മേഡം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അജയനെ പരിചയമുണ്ടോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ വലിയ പരിചയമൊന്നുമില്ലെന്നും എന്നാൽ അറിയാമെന്നും അർച്ചന പറയുന്നു. എന്നാലേ അജയൻ്റെ ഡെഡ് ബോഡി ഇവിടെ ഒരു പാറക്കുളത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു എവിഡൻസും കൂടി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾ എന്താണെങ്കിലും അതൊന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി കോൾ കട്ട് ചെയ്യുമ്പോൾ കാർത്തി അയച്ച ഫോട്ടോ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അതേസമയം അനഘ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഏട്ടത്തി, എന്തു പറ്റി? ഏട്ടത്തി എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അനഘ ചോദിക്കുന്നു. അങ്ങനെ അനഘയ്ക്കും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അർച്ചന. ഏട്ടത്തി, ഇത് ധനുഷിന്റെ മാലയാണെന്നാ എനിക്ക് തോന്നുന്നതെന്ന് അനഘ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന സച്ചിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ശരീരം അഴുകിയിട്ടുണ്ടെന്നാ ACP എന്നോട് പറഞ്ഞത്. ആളെ തിരിച്ചറിയാൻ പറ്റാത്തിടത്തോളം അത് അജയനാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ അജയൻ്റെ മേത്തുനിന്ന് ഒരു മാല കിട്ടിയിട്ടുണ്ടെന്ന് അർച്ചന പറയുന്നു. അത് അജയൻ്റെ മാലയാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെടോ? അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അജയൻ്റെ വീട്ടുകാർ വേണ്ടേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ട അത് അജയൻ്റെ മാലയല്ല, അത് ധനുഷിൻ്റെ മാലയാണ്. ഇത് കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. പക്ഷെ സച്ചിയേട്ട, ഇനി എന്താണെങ്കിലും ആ ACP കാർത്തിക് ഈ മാലയുടെ പിന്നാലെയായിരിക്കും അന്വേഷണവുമായിട്ട് നടക്കുന്നത്. അവസാനം ഇത് നമ്മളിൽ വന്നെത്തി നിൽക്കുമോ എന്ന് എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട്. എത്ര അഴിച്ചാലും വീണ്ടും കുരുക്കാകുന്ന ഒരു ഊരാ കുടുക്കില്ല നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്നതെന്നും അർച്ചന പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന സച്ചി എന്ത് തീരുമാനമെടുക്കും എന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആതിര ICUവിൻ്റെ ഉള്ളിലാണ്. പുറത്തുനിന്ന് പൊട്ടിക്കരയുന്ന കമലയാണ് കാണിക്കുന്നത്. അനൂപ് സന്ദീപിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നില്ല. എന്നാൽ അർച്ചനയെ ഒന്ന് വിളിച്ചു നോക്കാൻ മീര പറയുകയാണ്. അതേസമയം സിസ്റ്റർ പുറത്തേക്ക് വരികയും മരുന്ന് മേടിക്കാനുള്ള ചീട്ട് അനൂപിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനൂപ് അതുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കാർത്തിക് അയച്ച ഫോട്ടോ സന്ദീപിനെ കാണിക്കുകയാണ് അർച്ചന. അനഘ എന്താണെങ്കിലും ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഉറപ്പായും ധനുഷിന്റെ തന്നെ ആയിരിക്കും. പക്ഷേ ഏട്ടത്തെയും ഏട്ടനും പേടിക്കുന്നത് പോലെ ഈ അന്വേഷണം നമുക്ക് നേരെ തിരിയാൻ ഒരു സാധ്യതയുമില്ല. എന്താണെങ്കിലും ആ മാലയെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ അന്വേഷണം. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം നേരെ ചെന്ന് നിൽക്കാൻ പോകുന്നത് ധനുഷിലായിരിക്കും. അതേസമയം അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അനൂപായിരുന്നു അർച്ചനയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അനൂപ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.